ഈ കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്ന് നമ്മളോട് ഇപ്പോൾ പോർട്ട് ഓഫീസറും ഇന്ത്യൻ നാവികസേനയും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ കോസ്റ്റ് ഗാർഡിനോട് ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഈ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങൾ കൈമാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വേണം തുടർ നീക്കങ്ങൾ അവർക്ക് സ്വീകരിക്കാൻ. അരുൺ ശങ്കർ കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട്. അരുൺ, നമ്മൾ കൊച്ചി തീരത്തുണ്ടായ അപകട സമയത്ത് കണ്ടതാണ്. ഈ കൊച്ചിയിലുണ്ടായ അപകടത്തിൽ കണ്ടെയ്നറുകളൊക്കെ തിരുവനന്തപുരത്തും കൊല്ലം തീരത്തും ഒക്കെ വന്നഴിഞ്ഞത് നമ്മൾ കണ്ടു, ആലപ്പുഴയിലടക്കം. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ മാറ്റേണ്ടതുണ്ട്. ആ കണ്ടെയ്നറുകളിൽ മാറ്റണമെങ്കിൽ അതിൽ എന്താണ് ആ കണ്ടെയ്നറുള്ള ചരക്കെന്ന് അറിയേണ്ടതുണ്ട്. അപകടകരമായ വസ്തുക്കളാണെന്ന് പറയുമ്പോഴും അത് എന്താണ് ആ വസ്തു എന്ന് അറിയേണ്ടതുണ്ട്. ആ വിവരങ്ങൾ കോസ്റ്റ് ഗാർഡിൽ നിന്ന് തേടിയിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അരുൺ, തീർച്ചയായിട്ടും അതിൽ മുന്നോട്ടുള്ള ഓപ്പറേഷനിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടെയ്നറുകളിൽ എന്താണുള്ളത്, അതോടൊപ്പം തന്നെ കടലിൽ വീണ കണ്ടെയ്നറുകളിൽ എന്താണുള്ളത് എന്നതൊക്കെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ്. കാരണം അത് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നവയുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. ആ ദോഷങ്ങൾ ലഘൂകരിക്കാനുള്ള നടപടികൾ പെട്ടെന്ന് തന്നെ കൈക്കൊള്ളണം. എന്തായാലും തീ ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏകദേശം രാവിലെ 9 കൂടിയാണ് ഈ കപ്പലിൽ സ്ഫോടനം ഉണ്ടായി എന്നുള്ള വിവരം കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്നത്. അതിനുശേഷം ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. 12:40 കൂടി കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടർന്നു എന്നുള്ള വിവരമുണ്ട്. കപ്പൽ ഇപ്പോഴും കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്. നിലവിൽ കപ്പലുള്ളത് കരയിൽ നിന്ന് വളരെ ദൂരത്തിലാണ്. പക്ഷേ കരയുടെ അടുത്തേക്ക് ഒഴുകി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 4 പേരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 22 പേരിൽ 18 പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പക്ഷേ 4 പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പ്രശ്നമായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് കപ്പലിലെ തീ ഇതുവരെയും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ അണയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വെല്ലുവിളിയുണ്ട്. ഈ കണ്ടെയ്നറുകളിൽ എന്താണ് ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ തീ അണയ്ക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. കാരണം ദ്രാവക രൂപത്തിലും ഖരരൂപത്തിലും ഒക്കെയുള്ള സ്വയം ജ്വലിക്കുന്ന വസ്തുക്കളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ശാസ്ത്രീയമായ രീതിയിൽ കൂടെ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാതെ സാധാരണഗതിയിലുള്ള ഫയർ ഫൈറ്റിംഗ് എന്ന രീതിയിൽ ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. അതുകൊണ്ടാണ് ഈ കപ്പൽ കമ്പനിയുമായിട്ട് സംസാരിച്ച് ഈ കപ്പലിലെ കാർഗോ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കോസ്റ്റ് ഗാർഡ് തേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് മന്ത്രാലയവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് കോസ്റ്റ് ഗാർഡ് മാത്രമല്ല മറ്റ് ഏജൻസികളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം ഈ ഫയർ ഫൈറ്റിംഗ് അല്ലെങ്കിൽ ഈ തീയണക്കൽ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ശാസ്ത്രീയമായി തന്നെ ഉള്ള സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. തീ അണയ്ക്കുക എന്നുള്ളതിന് വളരെ പ്രധാന പരിഗണന നൽകുന്നുണ്ട്. അതായത് തീ അണച്ചാൽ മാത്രമേ കപ്പലിനെ നിയന്ത്രണത്തിലാക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഈ കപ്പലിൻ്റെ ഡെക്കിൽ ശേഷിക്കുന്ന കാർഗോകളെ സുരക്ഷിത സ്ഥാനത്ത് അല്ലെങ്കിൽ കണ്ടെയ്നറുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മാറ്റിയില്ലെങ്കിൽ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാം. അതുകൊണ്ടാണ് എത്രയും വേഗം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡ് നടത്തുന്നത്. അപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ കപ്പലിൽ എന്താണ് കണ്ടെയ്നറുകൾ ഉള്ളത് എന്നുള്ള കാര്യം. എന്തായാലും അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ കോസ്റ്റ് ഗാർഡ് സമാന്തരമായി ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ കരയിലുള്ളവർക്ക് ഭീഷണി അല്ല. കരയിൽ നിന്ന് ഒരുപാട് ദൂരം അകലെയാണ് കപ്പൽ. അതായത് ഏകദേശം ഈ അപകടമുണ്ടായത് ബേപ്പൂർ തീരത്ത് നിന്ന് 88 നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ചാണ് എന്നുള്ളതാണ് നാവികസേന സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ എന്തായാലും കരയിലേക്ക് വരില്ല. പക്ഷേ കരയിലേക്ക് ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കപ്പലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കരയിലേക്ക് ഒഴുകി വരാനുള്ള സാധ്യത, ഈ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങളും കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് വളരെ ആശങ്കപ്പെടുന്ന കാര്യം, ഇത് വളരെ അടുത്ത സമയങ്ങളിൽ രണ്ടാമത്തെ കപ്പൽ അപകടമാണ്. ഒന്ന് കൊച്ചിക്ക് സമീപമാണ് ഉണ്ടായത്. ഇപ്പോൾ കോഴിക്കോടിന് ഏകദേശം 88 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഒരു കപ്പലപകടം ഉണ്ടാകുന്നു. എന്തായാലും അഭിനന്ദിക്കേണ്ടത് നാവികസേനയും കോസ്റ്റ് ഗാർഡിനെയുമാണ്. വളരെ സമയബന്ധിതമായിട്ട് അവർ ഇടപെടുകയും ഈ മനുഷ്യന്മാരെ, ഈ കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ തീയണക്കൽ പ്രക്രിയയാണ്. അതുമായിട്ടിപ്പോൾ കോസ്റ്റ് ഗാർഡ് മുന്നോട്ട് പോവുകയാണ്.